കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഒരു പ്ലാന്റ് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നേ. ജെറീനിയാണ് കേട്ടോ പ്ലാന്റ് വന്നിട്ടുള്ളത്. നമ്മുടെ പ്ലാന്റിൻ്റെ ലീഫിലൊക്കെ ഇതുപോലെ ഡാമേജസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ബ്രീഫായിട്ട് എന്താ ഇതിൻ്റെ റീസൺ എന്നൊക്കെ പറയാനായിട്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ജെറീനിയത്തിൻ്റെ ഫ്ലവർ ഇതുപോലെ ബഞ്ചസ് ആയിട്ട് ഇങ്ങനെ പൊങ്ങി ഒത്തിരിയും ഫ്ലവേഴ്സായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇത് സിംഗിൾ പെറ്റൽസ് ജെറീനിയം ആണ്. ഇതിൻ്റെ തന്നെ ഡബിൾ വരുന്നത് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് സിംഗിളാണ് കേട്ടോ. സിംഗിളിൻ്റെ ഡാർക്ക് റെഡ് കളറാണ്. ഈ ഒരു പ്ലാന്റ്സ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് ആയിട്ടില്ല കേട്ടോ. 2-3 ഷെയ്ഡ്സ് നമ്മുടെ കയ്യിൽ ജെറേനിയം അവൈലബിൾ ആണ്. അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മാത്രമേ സെയിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫിൽ ഇതുപോലെ യെല്ലോ കളറും ഒരു ഡാർക്ക് കളറും ഒക്കെ വരുന്നത് ഇതിനകത്തൊരു ഇൻഫെക്ഷൻ വരുന്നത് കൊണ്ടാണ് കേട്ടോ. ഇതൊരു ഫംഗൽ ഇൻഫെക്ഷനാണ് കേട്ടോ. വേനൽ ടൈമിൽ മാത്രമാണ് നമ്മൾ ജെറേനിയത്തിനെ ഫ്ലവർ ചെയ്യാനായിട്ട് അനുവദിക്കാവൂ. മഴക്കാലത്താകുമ്പോൾ ഒത്തിരി ഇൻഫെക്ഷൻ സ്പ്രെഡാവും. അതുകൊണ്ട് മഴക്കാലത്ത് ജെറേനിയം ഒരുപാട് വളർത്തുന്ന ആരും ഫ്ലവർ നിർത്താറില്ല കേട്ടോ. ഫ്ലവറിൽ നിന്നുള്ള ഒരു സംഭവം, അതായത് ഡെഡ് സെൽസൊക്കെ ലീഫിലേക്ക് വീണിട്ട് ലീഫ് ഇതുപോലെ ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ട് പ്ലാന്റ്സ് ചീത്തയായി പോകാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു വേനൽക്കാലം ആയതുകൊണ്ട് നമ്മളിങ്ങനെ ഫ്ലവർ നിർത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ജെറേനിയം വളർത്തി ഒത്തിരിയും പരിചയമുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നാണ് ഞാൻ ഇത്തരം അറിവുകൾ ശേഖരിച്ച് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അവരുടെ നിർദ്ദേശപ്രകാരം ഈ ലീഫെല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഈ വേറൊരു പോട്ടി മിക്സിലോട്ട് ഈ ഒരു പ്ലാന്റ് വെച്ച് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ജെറേനിയം എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അത് വേണം ഇനി നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ ലീഫ് ഡാമേജ് ആയിട്ടുള്ള ലീഫ് എല്ലാം കട്ട് ചെയ്ത് കളയാം. പിന്നെ ഫ്ലവറൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ സ്റ്റെമ്മ് താത്തി വെച്ച് ഫ്ലവറിൻ്റെ ഏറ്റവും താഴത്തെ പോർഷൻസ് വെച്ചിട്ട് വേണം ഉണങ്ങിയ ഫ്ലവറിൻ്റെ സ്റ്റെമ്മൊക്കെ കട്ട് ചെയ്ത് കളയാനായിട്ട്. അപ്പോൾ ഇതിലിപ്പോൾ അങ്ങനൊരു സ്റ്റെമ്മില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ ഫ്ലവറൊന്നും കട്ട് ചെയ്യുന്നില്ല. കുറച്ചും കൂടെ അങ്ങ് നിർത്തിയിരിക്കാമെന്ന് വെച്ചിട്ടാണ് അങ്ങനെ നിർത്തിയിരിക്കുന്നത്. ഡാമേജായ ലീഫിൻ്റെ എല്ലാം ഞാൻ കട്ട് ചെയ്യുകയാണ് കേട്ടോ. ഇല്ലെങ്കിൽ ഇത് സ്പ്രെഡായിട്ട് വരും. ജെറേനിയം വളർത്തി ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ പറയുന്നത് ജെറേനിയത്തിൻ്റെ ഫംഗൽ ഇൻഫെക്ഷൻ വേറെ പ്ലാന്റ്സിലോട്ട് സ്പ്രെഡ് ആവില്ല എന്നാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കങ്ങനെ വിശ്വസിക്കാം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുക, ഈ പ്ലാന്റ്സിനെ ഇങ്ങനെ വെട്ടിയെടുത്തിട്ട് വേറൊരു പോട്ടി മിക്സിലോട്ട് മാറ്റണം എന്ന് വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഡാമേജായ എല്ലാ ലീഫിനെയും ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. നമുക്ക് ഒരു പിങ്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒരു വൈറ്റിനകത്ത് റെഡ് വരുന്നൊരു ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. അങ്ങനെ ഒരു 2-3 ഷെയ്ഡ്സ് നമ്മുടെ കയ്യിലിപ്പോൾ ഉണ്ട് കേട്ടോ. ഒന്നും തന്നെ നമ്മൾ സെയിലിനാക്കിയിട്ട് റെഡിയാക്കിയിട്ടില്ല. എല്ലാം നമുക്ക് ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ജെറേനിയത്തിൻ്റെ നോട്ട്സ് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു പ്ലാന്റ് വരുന്നത് ഇപ്പോൾ ഒരു നെറ്റ് പോട്ടിലാണ് ഈ ഒരു പ്ലാന്റ് ഇരിക്കുന്നത്. നമുക്കിത് മാറ്റാൻ നേരത്ത് മാത്രമേ ഇതിന് എത്രത്തോളം ഇതുണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. താന്ന് റൂട്ട് പോയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ ഒരു ഹാങ്ങിങ് വിങ്കയാണ് കേട്ടോ. ഒരു പർപ്പിൾ ഷെയ്ഡ്സാണ്. കറക്റ്റ് ഷെയ്ഡ് അതാണെന്ന് എനിക്കറിയില്ല. ഞാനിതിനെ പർപ്പിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പർപ്പിൾ ഷെയ്ഡിലുള്ള വിങ്കയാണ് കേട്ടോ. അത്യാവശ്യം ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ചെറിയ ചെറിയ നോട്ട്സിൽ നിന്നൊക്കെ ഒരു മുളപ്പുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഈ ചട്ടി നിറയെ ബുഷാക്കി എടുക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷെ അത് എത്രത്തോളം ആവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഒത്തിരിയും വിങ്കാസ് ഇങ്ങനെ ചീത്തയായി പോകുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇത് വന്നിട്ട് ടാറ്റു പപ്പായാണ് കേട്ടോ. വിങ്കയുടെ ഒരു ടാങ്കറിൻ വെറൈറ്റിയാണ് ഇത്. ഒരു പിങ്ക് കളർ, ഡാർക്ക് പിങ്ക് കളർ കേട്ടോ. പിന്നെ ഒരു ഹാങ്ങിങ് വിങ്ക അതിൻ്റെ ഇടയിൽ ഇരിപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതാണ് ഹാങ്ങിങ് വിങ്ക. അത്യാവശ്യം വലിയ പ്ലാന്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് റീപോർട്ട് ചെയ്യാൻ അത്യാവശ്യമായിട്ട് നിൽക്കുകയാണ്. ഇതിൽ ചെറിയ ചെറിയ സീഡ്സൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സീഡ് പോഡൊക്കെ ഉണ്ട്. സീഡ് പോഡൊന്നും ഉണങ്ങിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ സീഡ്സ് ഒന്നും കളക്ട് ചെയ്തെടുത്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ജെറേനിയത്തിൻ്റെ വേറെ ഷെയ്ഡ്സാണ് കേട്ടോ. ഒരു പിങ്കും വൈറ്റും വരുന്ന ഷെയ്ഡ്സാണ്. പിന്നെ ഇത് വന്നിട്ടൊരു വൈറ്റും റെഡും ആണ്. പിന്നെ ഇത് അറിയില്ല കേട്ടോ. വിരിഞ്ഞ് വന്നാൽ മാത്രമേ ഇത് ഏതാ ഷെയ്ഡ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു 3-4 ജെറേനിയം പ്ലാന്റ്സ് നമ്മുടെ കയ്യിലിപ്പോൾ ഉണ്ട്. നോക്കണം ഏതൊക്കെയാണ് കളേഴ്സെന്ന്. പിന്നെ ഇത് വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വിങ്കയാണ് കേട്ടോ. ബർഗൻഡി ഷെയ്ഡാണ് വിങ്കയുടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിതിൻ്റെ ഹാങ്ങിങ് വെറൈറ്റി ഇങ്ങനെ നോക്കി നടക്കുകയാണ്. പക്ഷേ എനിക്കിതുവരേക്കും കിട്ടിയിട്ടില്ല. പിന്നെ നമ്മുടെ വിങ്കാസിനൊക്കെ ഇതുപോലെയൊക്കെ ഇങ്ങനെ സ്റ്റെമ്മിൽ ഇൻഫെക്ഷൻ വരുന്നുണ്ട് കേട്ടോ. അത് വെള്ളം ആയതുകൊണ്ടോ അല്ലെങ്കിൽ വെയിൽ കൂടിയതുകൊണ്ടോ എന്നറിയില്ല. പക്ഷേ എന്തായാലും വളത്തിൻ്റെ ഒരു ഇതുകൊണ്ടല്ല. കാരണം നമ്മൾ വളങ്ങളൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ല. ഇപ്പോൾ ചൂട് കൂടുതലല്ലേ.
അപ്പോൾ പ്ലാന്റ്സിൻ്റെ സ്റ്റെമ്മിലും ചൂടേക്കാതിരിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ വളങ്ങളൊന്നും റീസെൻ്റായിട്ട് ഒരു പ്ലാന്റ്സിനും അങ്ങനെ കൊടുക്കുന്നില്ല. ഉള്ളതിനെയൊക്കെ ഇങ്ങനെ വെള്ളം ഒഴിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണ്. പിന്നീട് നമ്മുടെ എന്താ മിനിയേച്ചറിൻ്റെ കട്ടിങ്സും അവൈലബിൾ ആണ് കേട്ടോ. ഒരു 10 ഷെയ്ഡ്സ് നമുക്കിപ്പോൾ കൊടുക്കാനായിട്ടുണ്ട്. 5 സ്റ്റാറും ഉണ്ട്, 5 നോർമൽ കളേഴ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇടാം. നമ്മുടെ ജെറേനിയം ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ലീഫെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നമുക്ക് ഒന്ന് റീപോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ ഒരു മണ്ണിനെ മാറ്റിയിട്ട് നമുക്ക് റീപോർട്ട് ചെയ്യണം. ഈ നോട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ കേട്ടോ. ജെറേനിയം പൊടിപ്പിച്ചെടുക്കാനും കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. പക്ഷേ പൊടിപ്പിച്ച് കെട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ ബഞ്ചസ് ആയിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാവും. അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യാം കേട്ടോ സെയിലിനായിട്ട്.